കൃത്യം 3 മണിക്ക് ലളിതഗാന മത്സരം വേദി 1-ൽ ആരംഭിക്കുന്നതായിരിക്കും. ഞാൻ ചെയ്തല്ല ഇടത്ത് ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചിട്ടാ. ഓ അപ്പൊ ഫുഡിന്റെ പ്രശ്നമല്ലേ? ശരി, ഈടുന്നല്ല ഫുഡ് കഴിക്കും. അവിടെ കഴിക്കണം. പുറത്തൂണിന് 20 രൂപയാണ്. വയറ്റിളക്കത്തിൻ്റെയും ചെറുതയുടെയും ഗുളികയ്ക്ക് 2 രൂപയുള്ളൂ. ഇനി വാ. എവിടെങ്ങള് ഇങ്ങോട്ടാണ് വരുന്നത്. തട്ടൊക്കെ ഇട്ട് വരുന്ന കണ്ടില്ലളിയാ, കൊല്ലാണ് അവള്. ഇങ്ങനത്തെ ഒരു പെണ്ണിന് എന്നെ ഇഷ്ടാവൂടാ. ഇനി കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരുടെ കാമുകന്മാരെ കണ്ടില്ലേ? എന്താ താനീ ഉളന്മാരായിരിക്കും. അപ്പൊ ഒരു ചാൻസ് ഉണ്ടല്ലേ? സമീപനം പാലിക്ക്. ഈശ്വര, എന്റെ തൊട്ട് പുറകെ തന്നെ വരണേ. ഒന്ന് സംസാരിക്കാൻ പറ്റണേ. ഞാൻ വേണമെങ്കിൽ ഒരു ഉദയാസ്തമന പൂജ വേണ്ട, പൈസയാ. ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളാം. നിർമ്മലഗിരി കോളേജിലെ മാഷും മൊത്തം പിള്ളേരും ഉണ്ടല്ലോ. പടച്ചോനോട് ബാർഗെയിൻ ചെയ്യുന്ന കേട്ടേരെ ഞാൻ വിചാരിച്ചത്. മാഷേ, 3ാമത്തെ സ്റ്റേജിന്റെ അടുത്തുള്ള ക്യാൻറ്റീനിൽ തിരക്കുറവാ. എല്ലാരും വന്നേ വന്നേ, വാ വാ വാ. അതെ അളിയ, അത് ഞാൻ അളിയ ക്ഷേം കട. നീ എന്താടാ സത്യമാഷ ഓടിക്കുക? കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പിള്ളേരുടെ പേര് വിവരം കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്ന പതിവുണ്ട് ഇപ്പം. അതിന്റെ മെയിൻ ആൾ എൻ്റെ ഒരു ചങ്ങായിയാണ്. ആടന്ന് കിട്ടിയതാണ് ഐഷൻ്റെ ID പ്രൂഫ്. ശരിക്കും നോക്ക് എടാ, ഈ പെണ്ണും പ്രേമൊന്നും ഒറ്റയ്ക്കിരുന്ന് ആയവർക്കൊന്നും അമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല, മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഓള് പയ്യനൊക്കെ ഓള് ജോഡിച്ചോർത്ത് കാണും. ദിനേശിന്റെ ബൈക്ക് എടുത്തോ, ചെല്ല്. ഒന്ന് വൃത്തിയായിട്ട് പോടുറാ. അബ്ദു, ഇങ്ങനെ ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ടേ. ആ ചേച്ചീനെ നോക്കി ഇറങ്ങിയതല്ലേ? ഇനിയെന്ത് ഇവിടെ? അമ്മ SN കോളേജിലെ പ്രൊഫസറാ, ഓൺ ഡ്യൂട്ടിയാ. ഇനി എനക്കൊരു സഹായം ചെയ്യുവാ? എന്നെ എപ്പ കണ്ടാലും സഹായം വേണല്ലേ? ദാ Dandane 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 rare rare dandane dandane
ആയിഷ റിഹേഴ്സൽ തുടങ്ങാട്ടാ. ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണോ? സിജു, ഇംതിയാസ്, ഇന്ന് ആയിഷയുടെ ബർത്ത്ഡേ ആണ്. വാ, ഹാപ്പി ബർത്ത്ഡേ ആയിഷ. ആ സമയത്തോളെ ചിരി ഒന്ന് കാണണം സാറേ. അപ്പൊ ഞാൻ വടിയായിരുന്നെങ്കിൽ എൻ്റെ ശവത്തിന് ചിരിച്ച മുഖമായിട്ടുണ്ടാവും. ആയിഷ എന്നെ കണ്ടു. ഓൾ ആദ്യത്തെ നോട്ടം. ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലത്തേൻ കിളി, പൈങ്കിളി മലത്തേൻ കിളി. തട്ടം നിനക്കൊരു വീക്ക്നെസ് അല്ലേ? ഓളാ തട്ട് വിട്ട് കഴിഞ്ഞ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല. ആ തട്ടത്തിനകത്തുള്ള മുഖം മാത്രം. എൻ്റെ ഓർമ്മയിൽ പൂത്തു നിന്നൊരു മഞ്ഞ മന്ദാരമേ, എന്നിൽ നിന്നും പറന്നു പോയൊരു ജീവചൈതന്യമേ. വിനോദ്, എൻ്റെ പേരെങ്ങനെ അറിയാം? സൽമ പറഞ്ഞറിയാം. ആരാ സൽമ? മുസ്തഫയുടെ വൈഫ്, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്റർ. ഓ, അവരുടെ കല്യാണത്തിനല്ലേ ഇയാൾ എന്നെ ഇടിച്ചിട്ടത്. സൽമ എല്ലാം പറഞ്ഞു. വെഡിങ് ആൽബത്തിൽ ആളെയും കാണിച്ചു തന്നു. ഐ എം സോറി എന്ന് മാത്രം എഴുതി വെച്ചിട്ട് പോയ ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ? എൻ്റെ ബർത്ത്ഡേ എങ്ങനെ അറിയാം? ഐഷ, എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്. നമുക്കവിടെ നിന്ന് മാറാം. പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിൻ്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റൊരുത്തിന് ഇവള് വിട്ടുകൊടുക്കൂലെന്ന്. ഈ ഉമ്മച്ചിക്കുട്ടി ഇവളെന്റെയാണ്. പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ല. ഒന്നുമില്ല. അപ്പൊ ഞാൻ പോട്ടെ.